Hi dear students, welcome back to Indian Financial System. Indian Financial Systemത്തിന്റെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മണി മാർക്കറ്റിന്റെ ഇൻസ്ട്രുമെന്റ്സുകളെ കുറിച്ചായിരുന്നു. ഓരോ ഇൻസ്ട്രുമെന്റ്സുകളെയും നമ്മൾ ഓരോ ദിവസങ്ങളായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ അതിലെ അവസാന ഇൻസ്ട്രുമെന്റ്സുകളായിട്ടുള്ള കുറച്ച് ഇൻസ്ട്രുമെന്റ്സുകളെയാണ് പരിചയപ്പെടുന്നത്. സോ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഇൻസ്ട്രുമെന്റ്സ് എന്നുള്ളത്. കഴിഞ്ഞ സെഷനുകളിൽ നമ്മൾ പരിചയപ്പെട്ട കാര്യങ്ങൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിൽ ട്രഷറി ബില്ല്, കോൾ ഓർ നോട്ടീസ് മണി, കൊമേഴ്ഷ്യൽ ബിൽസ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ്, കൊമേഴ്ഷ്യൽ പേപ്പർ, ഇത്രയും 5 ഇൻസ്ട്രുമെന്റ്സുകൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. 1 by 1 ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം ഈ ഇൻസ്ട്രുമെന്റ്സുകൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്റർ ബാങ്ക് പാർട്ടിസിപ്പന്റ് സർട്ടിഫിക്കറ്റ്, മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്സ്, റിപ്പോസ്, ഈ 3 ഇൻസ്ട്രുമെന്റ്സുകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടും അതുപോലെ തന്നെ കൂടുതൽ ക്ലാരിഫിക്കേഷൻസോ അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസോ വരാത്ത ഒരു ഏരിയ ആയതുകൊണ്ട് നമ്മൾ 3ഉം കൂടെ ഒരുമിച്ച് ഇന്ന് പരിചയപ്പെടുകയാണ്. സോ നമുക്ക് നോക്കാം എന്താണ് ഇന്റർ ബാങ്ക് പാർട്ടിസിപ്പന്റ് സർട്ടിഫിക്കറ്റ് എന്നുള്ളത്. ഇന്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ്. ഇന്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1977-ലാണ്. 1977-ലാണ് ഇന്ത്യൻ മണി മാർക്കറ്റിൽ ഇത്തരത്തിലൊരു ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. എന്താണ് ഈ ഇൻസ്ട്രുമെന്റിൽ നടക്കുന്നത്? അതിന്റെ ടൈറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇന്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ അല്ലെ. അതായത് ബാങ്കുകൾ തമ്മിൽ ബോറോയിങ്ങും ലെൻഡിങ്ങും നടക്കുക. ബാങ്കുകൾക്ക് ഫിനാൻഷ്യൽ ഷോർട്ടേജ് വരുന്ന സമയത്ത്, ഷോർട്ട് ടേം റിക്വയർമെന്റ് വരുന്ന സമയത്ത് അവരുടെ ഫണ്ട് മൊബിലൈസേഷനും അതുപോലെ തന്നെ എക്സസ് ഫണ്ട് വരുന്ന സമയത്ത് ആ ഫണ്ടുകളെ, സർപ്ലസ് ഫണ്ടുകളെ ഇൻവെസ്റ്റ് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഇന്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും ആ ഒരു ബാങ്കിങ് സിസ്റ്റത്തിന്റെ ഫ്രെയിം വർക്കിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടായിരിക്കും ഈ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടക്കുന്നത്. അതായത് ഈ ഒരു ബോറോയിങ്ങും ലെൻഡിങ്ങും നടക്കുന്നത്. ബാങ്കുകൾ തമ്മിലാണ് ഇത്തരത്തിൽ ഇഷ്യൂയിങ്ങും അതുപോലെ തന്നെ പർച്ചേസിങ്ങും നടക്കുന്നത്. സോ നമുക്ക് നോക്കാം. പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ഈസ് എ വെൽ നോൺ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് which was introduced in 1977. The basic idea behind this scheme was to even out the excess surplus fund with the banking system. ഒരു ബാങ്കിങ് സിസ്റ്റത്തിൽ എക്സസ് സർപ്ലസ് ഫണ്ട് വരുന്ന സമയത്ത് അത് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് ഇന്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. The issuing bank is required to repay the amount of the certificate on the due date to the purchase of PC. ഈ ഒരു പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ള ആ ഒരു പർട്ടിക്കുലർ ബാങ്കിന്, ആ ഒരു പർട്ടിക്കുലർ എൻറ്റിറ്റിക്ക് ഇഷ്യൂ ചെയ്തിട്ടുള്ള ബാങ്ക് അത് റീപേ ചെയ്യേണ്ടതുണ്ട്. അതായത് ഇഷ്യൂ ചെയ്യുന്നത് ഒരു ബാങ്കാണ്, അത് പർച്ചേസ് ചെയ്യുന്നത് മറ്റൊരു ബാങ്ക് ആയിരിക്കും. സോ ഇഷ്യൂ ചെയ്തിട്ടുള്ള ബാങ്ക് ആ ഒരു പർട്ടിക്കുലർ മെച്യൂരിറ്റി പീരീഡ് എത്തിക്കഴിഞ്ഞാൽ എത്ര എമൗണ്ട് ആണോ അവരിൽ നിന്നും ബോറോ ചെയ്തിട്ടുള്ളത് ആ എമൗണ്ട് തിരികെ നൽകേണ്ടതുണ്ട് അല്ലെ. സാധാരണ മറ്റു ഇൻസ്ട്രുമെന്റുകളിലൊക്കെ ഉള്ള അതേ റൂള് തന്നെയാണ് ഈ ഒരു ഇന്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റിലും പറയുന്നത്. ദെൻ ഇന്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ഈസ് ആൻ അഡീഷണൽ ഇൻസ്ട്രുമെന്റ് ഫോർ ലെവൽ ഔട്ട് ഷോർട്ട് ടേം ലിക്വിഡിറ്റി വിത്തിൻ ദ ബൗണ്ടറി ഓഫ് ദ ബാങ്കിങ് സിസ്റ്റം. ബാങ്കിങ് സിസ്റ്റത്തിന്റെ ബൗണ്ടറിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഷോർട്ട് ടേം ലിക്വിഡിറ്റി ഇൻസ്ട്രുമെന്റ് ആണ്. ഫോർ വാട്ട്? എന്തിനു വേണ്ടിയിട്ട്? അവരുടെ ഷോർട്ട് ടേം റിക്വയർമെന്റ്സുകൾ വരുന്ന സമയത്ത് ആ ഷോർട്ട് ടേം റിക്വയർമെന്റിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിക്വിഡിറ്റി ഫോർമാറ്റിലുള്ള അല്ലെങ്കിൽ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഇന്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. The main object of introducing the scheme was to provide a certain element liquidity to the portfolio of bank, particularly in the credit segment. ഇതിലെ മെയിൻ ഒബ്ജക്റ്റീവ് എന്തിനാണ് ഇന്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കുന്നത്? ദി സ്കീം വാസ് ടു പ്രൊവൈഡ് എ സെർട്ടൈൻ എലമെന്റ് ലിക്വിഡിറ്റി ടു ദി പോർട്ട്ഫോളിയോ. അതായത് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോയിലേക്ക് മാക്സിമം ലിക്വിഡിറ്റി നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള ഒരു സ്കീമാണ് ഇന്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. സോ ബാങ്കുകൾക്ക് ഷോർട്ട് ടേം റിക്വയർമെന്റ് വരുന്ന സമയത്ത് അവർക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ മറ്റു ബാങ്കുകളിൽ നിന്നും ഫണ്ട് മൊബിലൈസ് ചെയ്യാൻ പറ്റുന്നതും ലോൺ രൂപത്തിൽ അവർക്ക് എടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഇന്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. The scheme is mainly confined to scheduled commercial banks only, and the period of participation is restricted to minimum 91 days and maximum 180 days. അതായത് ഇവിടെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ബാങ്കുകൾക്ക് മാത്രമാണ് ഇതിനകത്ത് പാർട്ടിസിപ്പേഷൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്, അതായത് ഇതിലെ പാർട്ടീസ് എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് ബാങ്കുകൾ തമ്മിലുള്ള ഒരു ട്രാൻസാക്ഷനാണ്.
ദെൻ ഇതിൻ്റെ മെച്യൂരിറ്റി എന്ന് പറയുന്നത് 91 ഡേയ്സ് ആണ് മിനിമം, സോ മാക്സിമം 180 ഡേയ്സ് ആണ്. സോ 91 to 180 ഡേയ്സ് ആണ് ഇതിൻ്റെ ഒരു മെച്യൂരിറ്റി പീരിയഡ് എന്ന് പറയുന്നത്. ഇത് രണ്ട് രീതിയിലാണ് പാർട്ടിസിപ്പേഷൻ വരുന്നത്, വിത്ത് റിസ്ക്കും വിത്തൗട്ട് റിസ്ക്കും. അതിൽ വിത്തൗട്ട് റിസ്ക് ആണ് 90 ഡേയ്സ് ഓൺലി പറയുന്നത്. സോ വിത്ത് റിസ്ക് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അത് 180 ഡേയ്സ് ആയിരിക്കും. ഓക്കെ, സോ ഇത്രയാണ് ഇന്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയുന്നത്. നെക്സ്റ്റ് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്സ് ആണ്, MMFS. It is introduced in India in April 1991 to provide additional short-term avenues through which the small-scale investors could actively take part in the money market. 1991 ഏപ്രിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഇസ് പ്രൊവൈഡ് അഡീഷണൽ ഷോർട്ട് ടേം അവന്യൂസ്, അതായത് നമ്മുടെ സ്മോൾ സ്കെയിൽ ഇൻവെസ്റ്റേഴ്സ്, നമ്മളെല്ലാം പറയുന്നത് പിന്നെ ഹൈ വെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രുമെന്റുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സുകളിൽ പലതും. എന്നാൽ ഇത്തരത്തിൽ അത്രത്തോളം പിന്നെ വളരെ വെൽത്തി ആയിട്ടുള്ള ആളുകളല്ല, ഒരു സ്മോൾ സ്കെയിൽ ഇൻവെസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് മണി മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ലിക്വിഡിറ്റി ഫണ്ട്. It invests only in safe short-term instruments such as T-bills, corporate commercial papers, and interbank call money market. Investors who wants to invest their surplus fund for a short-term money may consider this. അതായത് ചെറിയ സ്മോൾ സ്കെയിൽ ഇൻവെസ്റ്റേഴ്സിന് ചെറിയ എമൗണ്ടുകളിൽ അവരുടെ കയ്യിലുള്ള സർപ്ലസ് ഫണ്ടിൽ നിന്നും ചെറിയ എമൗണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, മണി മാർക്കറ്റിൽ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, അപ്പോൾ എപ്പോഴാണ് മണി മാർക്കറ്റിലേക്ക് അവർക്ക് താല്പര്യപ്പെടുക, അവർ ഷോർട്ട് ടേം പീരീഡിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർ തീർച്ചയായിട്ടും അവർ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഇതിലാണ്, മണി മാർക്കറ്റിലാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ വളരെ കുറഞ്ഞ എമൗണ്ട് ആണുള്ളത്, കുറഞ്ഞ സർപ്ലസ് എമൗണ്ട് ആണുള്ളത്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഷോർട്ട് ടേം പീരീഡിലേക്കാണ്. അത്തരത്തിൽ വരുന്ന ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിക്വിഡിറ്റി ഫണ്ടാണ് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. സോ ഈ മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടുകൾ എന്താണ് ഈ മ്യൂച്വൽ ഫണ്ട്സ് ചെയ്യുന്നത്? അവർ ചെയ്യുന്നത് ട്രഷറി ബിൽസിലും കോർപ്പറേറ്റ് കൊമേഴ്ഷ്യൽ പേപ്പറായ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രുമെന്റുകളിലെല്ലാം അവർ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിൽ നിന്നും കളക്ട് ചെയ്ത ഫണ്ട് എന്ത് ചെയ്യുന്നു, മ്യൂച്വൽ ഫണ്ടുകൾ തീർച്ചയായിട്ടും അവർ ചെറിയ ചെറിയ രീതികളിൽ അല്ലെങ്കിൽ ട്രഷറി ബില്ലുകൾ, കോർപ്പറേറ്റ് കൊമേഴ്ഷ്യൽ പേപ്പറുകളിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ദെൻ MMFs മൊബിലൈസ് മണി ഫ്രം ദി ജനറൽ പബ്ലിക്കിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, അവർ ഫണ്ട് മൊബിലൈസ് ചെയ്യുന്നത്. ദി മണി കളക്ടഡ് വിൽ ബി ഇൻവെസ്റ്റഡ് ഇൻ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആയിട്ടുള്ള T-bills, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ പേപ്പർ, കൊമേഴ്ഷ്യൽ ബില്ല് തുടങ്ങിയിട്ടുള്ള ഇൻസ്ട്രുമെന്റുകളിൽ എന്ത് ചെയ്യുന്നു, അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ദി ഇൻവെസ്റ്റേഴ്സ് ഗെറ്റ് എ ഹയർ റിട്ടേൺ, ദേ ആർ മോർ ലിക്വിഡ് ആസ് കമ്പയർഡ് ടു ദ അതർ ഇൻവെസ്റ്റ്മെന്റ് ഓൾട്ടർനേറ്റീവ്സ്. സോ അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ഒരു ഹയർ റിട്ടേൺ അവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത്. ദേ ആർ മോർ ലിക്വിഡ് ആസ് കമ്പയർഡ് ടു ദ അതർ ഇൻവെസ്റ്റ്മെന്റ് ഓൾട്ടർനേറ്റീവ്സ്. മറ്റു ഇൻവെസ്റ്റ്മെന്റ് ഓൾട്ടർനേറ്റീവ്സിനേക്കാൾ ലിക്വിഡ് ആണ്, മീൻസ് എത്രയും പെട്ടെന്ന് നമുക്കത് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാം. അല്ലെ, മാക്സിമം വരുന്നത് 365 ഡേയ്സ് ആണ്. സോ അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെ നമുക്ക് തിരിച്ച് ക്യാഷ് ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്സിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് റീപർച്ചേസ് എഗ്രിമെന്റ് ആണ്, റിപ്പോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസിക്കലി എ കോൺട്രാക്ട് എൻറ്റേർഡ് ഇൻ ടു ബൈ ടു പാർട്ടീസ്. രണ്ട് പാർട്ടീസ് തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റിനെയാണ് നമ്മൾ റിപ്പോ എന്ന് പറയുന്നത്. ആ പാർട്ടീസ് എന്ന് പറയുന്നത് RBI ഉണ്ട്, ബാങ്കുകളുണ്ട്, അതുപോലെ തന്നെ മറ്റു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും മറ്റു അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻസും എൻറ്റിറ്റീസും വരുന്നുണ്ട്. Then in this contract, a holder of government securities sells the securities to a lender and agrees to repurchase them at an agreed future date at an agreed price. ഒരു ഗവൺമെന്റ് സെക്യൂരിറ്റീസിന്റെ ഹോൾഡർ അയാൾ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി സെല്ല് ചെയ്യാണ് ലെൻഡറിലേക്ക്, മറ്റൊരാളിലേക്ക് അത് എന്ത് ചെയ്യുന്നു, സെല്ല് ചെയ്യുന്നു. ആ സെല്ല് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു എഗ്രിമെന്റിലാണ് സെല്ല് ചെയ്യുന്നത്. എന്താണ് എഗ്രിമെന്റ്? ടു റീപർച്ചേസ് ദം അറ്റ് എൻ അഗ്രീഡ് ഫ്യൂച്ചർ ഡേറ്റ് അറ്റ് എൻ അഗ്രീഡ് പ്രൈസ്. ഒരു അഗ്രീഡ് പ്രൈസിന്റെ മുകളിൽ ഒരു അഗ്രീഡ് ഫ്യൂച്ചർ ഡേറ്റിൽ അത് റീപർച്ചേസ് ചെയ്തോളാം എന്നുള്ള ഒരു അഗ്രിമെന്റിൽ എന്ത് ചെയ്യാണ്, ഇപ്പോൾ സെല്ല് ചെയ്യാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ഗവൺമെന്റ് സെക്യൂരിറ്റി ഉണ്ട്, ആ സെക്യൂരിറ്റി ഞാൻ എന്ത് ചെയ്യുന്നു, മറ്റൊരാളിലേക്ക്, നിങ്ങളിലേക്ക് അത് സെല്ല് ചെയ്യാണ്. അപ്പോൾ അവിടെ ഒരു എഗ്രിമെന്റ് കൊണ്ടുവരുന്നുണ്ട്. ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ, ആ ഫ്യൂച്ചർ ഡേറ്റിൽ ഒരു അഗ്രീഡ് പ്രൈസിൽ ഞാൻ എന്ത് ചെയ്യാം, അത് തിരികെ മേടിച്ചോളാം എന്നുള്ള ഒരു എഗ്രിമെന്റിലെയാണ് ഇത്തരത്തിലൊരു ട്രാൻസാക്ഷൻ നടക്കുന്നത്. സോ ഇതിനെയാണ് നമ്മൾ റിപ്പോ എന്ന് പറയുന്നത്, റീപർച്ചേസ് എഗ്രിമെന്റ്. ഓക്കെ, at the end of that period the borrower repurchased the securities at predetermined price. അപ്പോൾ ആ ഒരു പീരീഡ് എത്തിക്കഴിഞ്ഞാൽ, ആ ഒരു പർട്ടിക്കുലർ ഡേറ്റ് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, റീപർച്ചേസ് ചെയ്യും പ്രീഡിറ്റർമൈൻഡ് പ്രൈസിൽ.
ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി പർച്ചേസ് പ്രൈസ് ആൻഡ് ദ ഒറിജിനൽ പ്രൈസ് ഈസ് ദ കോസ്റ്റ് ഓഫ് ദ ബോറോവർ. സോ ഇവിടെ പർച്ചേസ് പ്രൈസും ഒറിജിനൽ പ്രൈസും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്, അതാണ് ബോറോവറുടെ കോസ്റ്റ് എന്ന് പറയുന്നത്. ദിസ് കോസ്റ്റ് ഓഫ് ബോറോയിങ് ഈസ് കോൾഡ് റിപ്പോ റേറ്റ്. അതിനെയാണ്, ആ കോസ്റ്റിനെയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. സോ റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് പ്രൈസും ഒറിജിനൽ പ്രൈസും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മളിവിടെ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ദെൻ ദിസ് റിപ്പോ ഈസ് എ ട്രാൻസാക്ഷൻ ഇൻ വിച്ച് എ പാർട്ടിസിപ്പൻറ്റ്, ദറ്റ് ഈസ് ബോറോവർ, അക്വയർസ് ഇമ്മീഡിയറ്റ് ഫണ്ട്സ് ബൈ സെല്ലിംഗ് സെക്യൂരിറ്റീസ് ആൻഡ് simultaneously agrees to repurchase the same or similar securities after a specified period at a specified price. It is also called as ready forward contract. അതായത് റിപ്പോ എന്ത് എന്നുള്ളതിൻ്റെ ആ ഒരു കൺക്ലൂഷനാണ് പറയുന്നത്, അതിൻ്റെ സമ്മറിയാണ് പറയുന്നത്. റിപ്പോ എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസാക്ഷനാണ്. അവിടെ പാർട്ടിസിപ്പൻ്റ്, അതായത് ബോറോവർ എന്ത് ചെയ്യുന്നു, റിക്വയർ ചെയ്യുന്നു. അതായത് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ക്യാഷിൻ്റെ റിക്വയർമെൻറ്റ് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള സെക്യൂരിറ്റീസ് അദ്ദേഹം സെല്ല് ചെയ്യുകയാണ്. അതോടൊപ്പം ഒരു എഗ്രിമെൻ്റ് അവിടെ ഉണ്ട്. ആ സെല്ല് ചെയ്യപ്പെട്ടിട്ടുള്ള സെക്യൂരിറ്റി ഒരു പർട്ടിക്കുലർ പീരിയഡിൽ ഒരു പർട്ടിക്കുലർ പ്രൈസിൽ ഞാൻ എന്ത് ചെയ്യും, അദ്ദേഹം എന്ത് ചെയ്യും, അത് റീപർച്ചേസ് ചെയ്തോളാം എന്നുള്ളൊരു എഗ്രിമെൻറ്റിൽ അദ്ദേഹം ഈ ഒരു ട്രാൻസാക്ഷൻ നടത്തുകയാണ്. അതിനെയാണ് നമ്മൾ റിപ്പോ എന്ന് പറയുന്നത്. ഇതിന് തന്നെ നമ്മൾ റെഡി ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. സോ ഇത്രയാണ് ഇതിലെ പ്രധാനപ്പെട്ട മണി മാർക്കറ്റിൻ്റെ ഇൻസ്ട്രുമെൻസുകളായിട്ട് പറയുന്നത്. സോ ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് 3 കാര്യങ്ങളാണ്. ഇന്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ്, ബാങ്കുകൾ തമ്മിലുള്ള ഒരു ബോറോയിങ്ങും ലെൻഡിങ്ങുമാണ് ഇവിടെ ഇന്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞത് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്സ് ആണ്. അതായത് സ്മോൾ സ്കെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഈ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റുകൾ അല്ലെങ്കിൽ മണി മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. പബ്ലിക്കിൽ നിന്നും ഫണ്ട് കളക്ട് ചെയ്യുകയും മൊബിലൈസ് ചെയ്യുകയും അത് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് റിപ്പോ ആണ് നമ്മൾ പറഞ്ഞ റീപർച്ചേസ് എഗ്രിമെൻറ്റ്. ഓക്കെ, സോ ഇത്രയാണ് പ്രധാനമായിട്ടുള്ള മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻസുകളായിട്ട് പറയുന്നത്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലും ഇന്നത്തെ ഒരു ക്ലാസ്സുകളിലുമായിട്ട് നമ്മൾ 8 മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻസുകൾ പരിചയപ്പെട്ടിട്ടുണ്ട്. എല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. സോ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ താങ്ക് യു.